നാടിനെ വിറപ്പിച്ച കുറുവ സംഘത്തിലെ പ്രധാനി ശനിയാഴ്ച രാത്രിയാണ് എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലാകുന്നത്. ഞായറാഴ്ച പുലർച്ചെ മോഷണം നടത്തിയ വീട്ടിലെത്തിച്ച് മോഷണത്തിന്റെ ട്രയൽ പോലീസ് നടത്തി. മോഷണം നടത്തിയ സമയത്ത് ധരിച്ചിരുന്ന വേഷവിധാനങ്ങളുടെയായിരുന്നു ട്രയൽ. ഇതിൽ നിന്നാണ് മോഷണം നടത്തിയത് തമിഴ്നാട് തേനി കാമാച്ചിപുരം സ്വദേശി സന്തോഷ് സെൽവനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. നെഞ്ചിൽ പച്ചകുത്തി അടയാളം നിർണായകമായി. ആ ട്രയലിൽ ഈ നല്ല മാച്ചിങ് ആയിട്ട് ഇത് കാണപ്പെട്ടു. അവിടെയുള്ള ആൾക്കാർക്കും അത് ബോധ്യമായി. ഇയാൾക്കെതിരെ തമിഴ്നാട്ടിലും കേരളത്തിൽ പാലാ, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിലായി 30ഓളം മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. എറണാകുളത്ത് നിന്ന് ട്രെയിൻ മാർഗം മണ്ണഞ്ചേരിയിലെത്തി വീടുകൾ നോക്കിവെച്ച ശേഷമായിരുന്നു മോഷണം. കുറുവ സംഘത്തിൽപ്പെട്ട 14 പേർ വിവിധയിടങ്ങളിലായി തമ്പടിച്ചിട്ടുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ലഭിച്ച ഇൻഫർമേഷൻ പ്രകാരം ഒരു 12-14 പേരടങ്ങുന്ന സംഘം പലയിടത്തായിട്ട് വന്ന് താവളമടിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ സന്തോഷിനെ രക്ഷപ്പെടാൻ സഹായിച്ച കുടുംബാംഗങ്ങൾ മണ്ണഞ്ചേരി സ്റ്റേഷനിൽ വന്നു. മോഷണക്കേസിൽ പ്രതിയായ സന്തോഷ് 3 മാസം മുൻപാണ് ജയിലിൽ നിന്നിറങ്ങിയതെന്നും കേസുകൾ കെട്ടിച്ചമച്ചതാണെന്നും കുടുംബം ആരോപിച്ചു. തമിഴ്നാട്ടിൽ വന്ന് പാലാക്കാർ വന്ന് പിടിച്ചോണ്ട് പോയി 8 കേസ് ഇട്ട് 3 മാസമായി. ഇറക്കി 3 മാസം ഇറക്കി 3 മാസം കയ്യൊപ്പിട്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച പാലാവിൽ കയ്യൊപ്പിടുന്നുണ്ട്. ശനിയാഴ്ച ചിങ്കവണത്തിൽ ചേണാശ്ശേരിയിൽ 2 സ്ഥലത്തിൽ കയ്യൊപ്പിണ്ട് പറഞ്ഞത്. മോഷണത്തിൽ സ്ത്രീകളായ കുടുംബാംഗങ്ങളുടെ പങ്ക് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു. സന്തോഷിനൊപ്പം പിടിയിലായ മണികണ്ഠന്റെ പങ്ക് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. മോഷണം നടത്തിയ സംഘത്തിലെ രണ്ടാമനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കുറുവ സംഘം പിടിയിലായെന്ന വാർത്ത പരന്നതോടെ സംഘത്തെ കാണാൻ നാട്ടുകാർ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.